അതെ, 8 ദിവസത്തേക്കുള്ള മെഡിസിൻ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ ചെന്നാലും 3 ദിവസം റെസ്റ്റ് എടുക്കണം. കേട്ടല്ലോ? തൽക്കാലത്തേക്ക് ലൈറ്റ് ഫുഡ് കഴിച്ചാൽ മതി. അപ്പോ ബില്ലിന്റെ കാര്യം? കൗണ്ടറിൽ ചെന്ന് IP നമ്പർ പറഞ്ഞാൽ മതി. മെഡിസിൻ ഫാർമസിന്ന് വാങ്ങിച്ചോളൂ. ശരി. സുബ്രു, വേഗം സ്ഥലം കാലിയാക്കാൻ നമുക്ക്. എങ്ങനെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാ മതി എനിക്ക് ഇവിടുന്ന്. അപ്പൊ ബില്ലടക്കണ്ടേ? പോകുന്ന വഴിക്ക് അവിടെ അങ്ങ് അടച്ചാ പോരെ? ഇറങ്ങാം. ഇതാ അച്ചു ബില്ലും ബാലൻസും. നിങ്ങൾ ഇറങ്ങിയോ? ഫാദർ എന്താ ഇവിടെ? വേറെ കാര്യമൊന്നുമില്ല, ഒരു ബില്ല് സെറ്റിൽ ചെയ്യാനുണ്ടായിരുന്നു. ലില്ലിക്കുട്ടിയുടെ. എന്റെ ബില്ലോ? എന്തിന്? ഡിസ്ചാർജ് ആവുമ്പോ ബില്ല് പേ ചെയ്യണമെന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ നിയമമാണ്. അല്ല, എന്റെ ബില്ല് എന്തിനാ ഫാദർ പേ ചെയ്യുന്നതെന്നാ ഞാൻ ചോദിച്ചത്. എന്റെ പണം അല്ലത്. ലില്ലിക്കുട്ടിയുടെ അമ്മച്ചിയാണ് ബില്ലടയ്ക്കാനുള്ള പണം തന്നത്. അത് വേണ്ട ഫാദർ, പണം ഞാൻ തിരിച്ചു തരാം. അത് അമ്മച്ചിക്ക് കൊടുത്തേക്ക്. വാശി കാണിക്കല്ലേ മക്കളെ. ആ പടിവാതിക്ക് ചെന്ന് മാ പിരക്കും പോലെ ഇരുന്നിട്ട് എന്നെ ഇറക്കി വിട്ട ആളാ എന്റെ അമ്മച്ചി. ആശുപത്രി കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത ആളുടെ ഭിക്ഷ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഗതി കെട്ടിട്ടില്ല ലില്ലിയും സുബ്രു. അത്തരത്തിൽ ചിന്തിക്കണ്ട. ഫാദർ ആ ബില്ലിങ് തന്നെ. എന്തിന്? എനിക്ക് വേണോ അത്? ഇങ്ങി തന്നേ. ഈ ബില്ല് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സുബ്രു വാ പോവാം. ശരി അച്ചു. ഇതെന്തോ നടി ഇങ്ങോട്ട് ഇരിക്കേ. പറ. ഇച്ചായന്റെ ഏറ്റവും അടുപ്പം കുഞ്ഞു പെങ്ങളോടല്ലയോ? പക്ഷേ ഇപ്പോഴാണ് അവളോട് ദേഷ്യം തോന്നുന്നത്. തോന്നിയല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. സ്വന്തം പെങ്ങളായാലും അവനവന്റെ കാര്യം വരുമ്പോ ബന്ധങ്ങളെല്ലാം മറക്കും. എന്റെ വക്കച്ചനെ കണ്ണി ചോരയില്ലാതെ പറ്റിച്ചതാ അവള്. അതൊരിക്കലും മറക്കില്ല ഞാൻ. അവള് കുടുംബത്തിന് അവമാനം ഉണ്ടാക്കി വെച്ചു. പുറത്തിറങ്ങി നടക്കാൻ മേലുണ്ടാക്കി. അത് തന്നെ ഞാൻ പറയുന്നത്. കുഞ്ഞു പെങ്ങളാന്നുള്ള ഇഷ്ടമൊക്കെ അങ്ങ് മാറ്റിവെക്ക്. ദേ, ഭാഗം വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുക അമ്മച്ചി. ആ സമയത്ത് സഹതാപം കൊണ്ടൊന്നും വന്നേക്കരുത്. കണ്ണായ സ്ഥലം കിട്ടിയ നമുക്ക് കൊള്ളാം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? സ്വന്തം എന്നും പറഞ്ഞുകൊണ്ട് നിന്നാലേ പുഴയരുമ്പിലെ കരഭൂമി വരെ കൈവിട്ടു പോകും. അത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. ഓ, അത് മാത്രം പോരാ. ലില്ലിക്കുട്ടിയുടെ പേരിൽ ആധാരം ചെയ്തിട്ടുള്ള 4 ഏക്കർ തെങ്ങും പുരയിടുണ്ട്. അത് തിരിച്ചെഴുതി വാങ്ങിക്കാനാ അമ്മച്ചിയുടെ പുറപ്പാട്. ദേ, അത് നമുക്ക് വാങ്ങിച്ചെടുക്കണം അച്ചായ. ആ പുരയിടെന്ന് പറഞ്ഞാലേ ലോട്ടറിയാ, കൈവിട്ട് കളയരുത്. ആലോചിക്ക്, ശരിക്കും ആലോചിക്ക്. നീ എന്തുവാടി ഇത്ര ഗൗരവത്തിലിരിക്കുന്നേ? ഞാൻ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പോർത്ത് ഇരുന്നു പോയതാ. ആരുടെ? ഓ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്വഭാവം മാറില്ല. നീ എന്താണെന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ. ആരുടെ കാര്യമാ? നമ്മുടെ മോളിയെടുത്തിയുടെ കാര്യം തന്നെ. മോളിയെടുത്തിയോ? എന്തു പറഞ്ഞു? ലില്ലിക്കുട്ടിയുടെ കാര്യം. ഇനി എന്തു പറഞ്ഞെന്ന് ചോദിച്ചാലേ അത് മൊഴിയുള്ളായിരിക്കും അല്ലേ? വേറൊന്നുമല്ല, വീട് വിട്ടു പോയ നിങ്ങളുടെ പെങ്ങടെ സ്വത്ത് കൂടി എങ്ങനെ കൈക്കലാക്കണമെന്നാ മോളിയെടുത്തി ആലോചിച്ചോണ്ടിരിക്കുന്നെ. മോളിയെടുത്തി എങ്ങനെ പറഞ്ഞോ? തന്നിഷ്ടം കാണിക്കുന്നുന്നാ അവളുടെ പേരിലുള്ള ആരോപണം. അപ്പൊ പിന്നെ കുടുംബസ്വത്ത് കൊടുക്കണ്ടല്ലോ. നല്ല ഉപായാണ്. കഷ്ടം. മോളിയെടുത്തി പറഞ്ഞത് തെറ്റുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഒരുത്തനെ ഇഷ്ടപ്പെട്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാ ബന്ധങ്ങളും സ്വത്തുക്കളും ഒക്കെ വേണ്ടെന്ന് വെച്ചു എന്നുള്ളത് തന്നെയാ. എല്ലാത്തിനേക്കാളും വലുതേ അവനായതുകൊണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത്. അവന്റെ കൂടെ ജീവിച്ചോട്ടെ. സ്വത്തൊന്നും പറഞ്ഞോണ്ടേ
കൊച്ചുകളത്രയുടെ പടി കടന്നു വരണ്ട ഇനി ആരും. എന്താ വീണ്ടും പണിച്ചു തുടങ്ങി അമ്മച്ചിയെ കാണാൻ? ഒന്ന് മിണ്ടാതിരിക്കത്തള്ളേ. തള്ളേന്നോ? എന്നെയോ? അഹങ്കാരി. പനിച്ചു വിറച്ച് സ്നേഹം യാചിക്കാൻ വന്നതൊന്നും അല്ല ഞാൻ. അഹങ്കാരം കാണിക്കാൻ തന്നെയാ. എനിക്ക് വേണ്ടതേ സ്നേഹവാ. അത് കിട്ടാത്തിടത്ത് നിന്ന് ഒരു ചില്ലിക്കാശും എനിക്ക് വേണ്ട. ആശുപത്രി ബില്ലടച്ച് ഒരു സൗജന്യവും എനിക്ക് ചെയ്തു തരികയും വേണ്ട. ദാ അച്ഛനെ കൊണ്ട് അടപ്പിച്ച ബില്ലിന്റെ കാശ്. ഒറ്റ രൂപ പോലും തെറ്റിയിട്ടില്ല. കണക്ക് തീർക്കാൻ വന്നതാണോ? എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഇവിടുത്തെ ചില്ലറ തുട്ടുകളല്ല എനിക്ക് ആവശ്യം. ഞാനും എന്റെ ഭർത്താവേ ഉദ്യോഗസ്ഥരാ. ഒരു പനിക്ക് ചികിത്സിക്കാനുള്ള കാശൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഉദ്യോഗത്തിന്റെ വലിപ്പമൊന്നും പറയണ്ട. പഠിപ്പിച്ച് ജോലി വാങ്ങിച്ചെന്നതേ കുഞ്ഞമ്മച്ചിയാ. കുട്ടിച്ച മാർഗേ, താൻ ആദ്യേ അവിടെ എവിടെയും കൂട്ടിയിട്ട് നടുക്ക് തീ കത്തിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്ത്. കുട്ടിച്ച പറഞ്ഞാൽ എന്താ തെറ്റ്? തെറ്റുണ്ട്. ഒരു കുട്ടി ഉണ്ടായാ അതിനെ വളർത്തേണ്ടതും പഠിപ്പിക്കേണ്ടതും ഒക്കെ കാരണവന്മാരുടെ ഉത്തരവാദിത്വമാണ്. എന്താ അല്ലേ? അത് അമ്മച്ചി ചെയ്തില്ലെന്നൊന്നും ഞാൻ പറയല. പക്ഷെ ജോലി ആരുടെയും സൗജന്യം കൊണ്ട് കിട്ടിയതല്ല. പഠിച്ചതെല്ലാം ഫസ്റ്റ് റാങ്കും ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ മേടിച്ചു തന്നെയാ. ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ്സായതേ മറ്റാരുടെയും കഴിവുകൊണ്ടല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ ഭർത്താവിന്റെ കാശിന് വേറെ ആരും അവകാശം പറയണ്ട. എന്റെ ഭാര്യയെ സംരക്ഷിക്കാനുള്ള വരുമാനം എനിക്കുണ്ട്. നീ ചിലക്കണ്ട. എന്റെ മുന്നിൽ നിവർന്നൊന്ന് സംസാരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. എന്റെ ഭർത്താവിന് യോഗ്യത ഇല്ലാത്തടത്ത് നിൽക്കാൻ എനിക്കും താല്പര്യമില്ല. നിക്കടി. ഈ ചില്ലിക്കാശ് കൊണ്ടൊന്നും നീ എന്നെ അളക്കാൻ വരരുത്. നിനക്ക് അഭിമാനം ഉണ്ടെങ്കിൽ ഈ കുടുംബസ്വത്തിന്റെ ഒരു വീതവും നിനക്ക് വേണ്ടെന്ന് പറയടി. അങ്ങനെ വേണ്ട. എനിക്ക് ഇവിടുത്തെ ഒരു സ്വത്തും വേണ്ട. ആ വേണ്ടെന്നങ്ങ് വെറുതെ പറഞ്ഞാ പോരാ. അപ്പനായിട്ട് നിന്റെ പേരിൽ എഴുതി തന്ന 4 ഏക്കർ തെങ്ങും പുരയുടെ ഉൾപ്പെടെ തിരിച്ചെഴുതി തരണം. എഴുതി രജിസ്റ്റർ ചെയ്ത് തരണം. പെണ്ണാണെങ്കിൽ നീ അതാണ് ചെയ്യേണ്ടത്. ഇതെന്റെ അപ്പച്ചനുണ്ടാക്കിയ സ്വത്തിനെ കുറിച്ച് ഞാനും എന്റെ അമ്മച്ചിയും തമ്മിലുള്ള തർക്കമാണ്. അതിൽ അനാവശ്യമായിട്ട് ഇടപെട്ടിട്ട് എന്റെ വായിൽ നിന്നും കേക്കല്ലേ തടിച്ചി. നീയാ തടിച്ചീനോ? സ്ഥാനമൂപ്പ് വയസ്സുമൂപ്പ് എനിക്കില്ലേടി. അതൊന്നും ബഹുമാനിക്കാനുള്ള മാനദണ്ഡം അല്ല. മനസ്സ് നന്നായിരിക്കണം. എനിക്ക് ഇവിടുത്തെ ഒന്നും വേണ്ട. തിരിച്ച് ഞാൻ എല്ലാം എഴുതി തന്നേക്കാം. ആ നിമിഷം ഞാനും ഒരു കമ്പൊടിച്ചിടും. അത് മുറി കൂടുന്ന ദിവസമേ പിന്നെ ഞാൻ അമ്മച്ചിയെ കാണും. സുബ്രു, നമുക്ക് പോവാം. അഹങ്കാരം അല്ലാതെ എന്താ? അഹങ്കാരമല്ല കുട്ടിച്ച, അഭിമാനം. എന്റെ മോളല്ലേ, അവള് തോക്കില്ല ഒരിടത്തും ഒരാളെടുത്തും. രോഗി എത്തിച്ചതും
പിന്നെന്താ ചായ രോഗി എത്തിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. ആ പാലല്ല, നല്ല ഒന്നാന്തരം മണ്ണ്, സ്വർണം വിളയുന്ന മണ്ണ്. നീ എന്നാ പറയണെന്ന് എനിക്ക് മനസ്സിലാണല്ലോ. വിഡ്ഢി വിഡ്ഢി കുഷ്മാണ്ടമേ. ദേ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നീ. ഓ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ചില കാര്യങ്ങളെ ഇച്ചായം വെറും പൊട്ടനാ. അമ്മച്ചി പറഞ്ഞത് ശ്രദ്ധിച്ചായിരുന്നോ? ലില്ലിക്കുട്ടിയുടെ പേരിലുള്ള 4 ഏക്കർ തോട്ടം തിരിച്ചെഴുതി വാങ്ങിക്കണോന്ന്. ദേ നമ്മുടെ നിലവും പാടവും ആകെ വെച്ച് നോക്കിയ ഏറ്റവും കൊള്ളാവുന്ന ഭൂമി ആ 4 ഏക്കർ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓ ഇച്ചായ, അത് ലില്ലിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് തിരിച്ചെഴുതി വാങ്ങിച്ചാ പിന്നെ ആ ഭൂമി ആർക്കാ? പറ ആർക്കാ? കുടുംബത്തിന്. ഓ കുടുംബത്തിന് മൊത്തം അല്ല, അമ്മച്ചിക്ക്. പിന്നെ അമ്മച്ചിയുടെ കാലശേഷം മാത്രമേ മക്കൾക്ക് കിട്ടൂ. നീ പറഞ്ഞു തന്നെ എന്നാന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. ഓ കിളക്കാതെ വെള്ളം കിട്ടുന്ന വളക്കൂറുള്ള ആ മണ്ണ് നമുക്ക് വേണം. അമ്മച്ചിയോട് പറഞ്ഞ് അത് നമ്മുടെ പേരിലാക്കണം. ലില്ലിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അത്. ഓ അതൊക്കെ പണ്ട്. ഇപ്പൊ തിരിച്ചെടുക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വേണം ആ തെങ്ങിൻതോപ്പ്. ദേ ഒരു കാരണവശാലും ആ സേവിച്ചന്റെ കയ്യിൽ കിട്ടരുത്. ഞങ്ങള് തമ്മില് അങ്ങനൊരു വേർതിരിവ് ഇതുവരെ ഉണ്ടായിട്ടില്ലടി. ഓ ഇനി ഉണ്ടാവണം. അവനവന്റെ കാര്യങ്ങൾ അവനവൻ നോക്കണം. ദേ ഇച്ചായൻ അമ്മച്ചിയോട് മെല്ലെ കാര്യങ്ങൾ അവതരിപ്പിക്കേ. ബാക്കിയൊക്കെ പിന്നെ നമുക്ക് നോക്കാം. അമ്മച്ചി എന്നതാ നമ്മളെ കുറിച്ച് വിചാരിച്ച്? ഒരു ആശുപത്രി ബില്ലടയ്ക്കാൻ പോലും പണമില്ലാതെ നമ്മൾ തിണ്ടി നടക്കുവാണെന്നോ? അതല്ല ലില്ലി, സഹായിച്ചതല്ലേ. ലില്ലിയോട് അമ്മച്ചിക്ക് ഇപ്പോഴും സ്നേഹമുള്ളതുകൊണ്ടല്ലേ? സ്നേഹം ഉണ്ടായിരുന്നല്ലേ പനിയായിട്ട് ചെന്ന എന്നെ വീട്ടിൽ പോലും കേട്ടത് അമ്മച്ചി ഇങ്ങനെ ഇറക്കി വിടുമായിരുന്നു. അതാരായാലും അങ്ങനെയല്ലേ ചെയ്യൂ. എല്ലാരെയും ധിക്കരിച്ചിറങ്ങി വന്നല്ലേ താൻ. ഞാൻ ആശുപത്രി കിടന്നിട്ട് ചാവാറായെന്ന് ലിസാമ്മ ചെന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയോ ആരേലും? അത്ര പെട്ടെന്ന് അടുപ്പ് കാണിക്കാൻ പറ്റൂലല്ലേ. പതുക്കെ പതുക്കെ അവര് നമ്മളെ അംഗീകരിക്കും. എല്ലാം പോട്ടെ, എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും തിരികെ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി? തന്ന പണം തിരികെ കൊടുത്തില്ലേ? ആ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാവും. എന്റെ അപ്പച്ചൻ എന്റെ 5-ാം വയസ്സില് എന്റെ പേരിൽ എഴുതി വെച്ചതാത്. ആ തെങ്ങുകൾക്ക് എന്റെ അതേ പ്രായമാ. അപ്പച്ചൻ തന്നത് അമ്മച്ചി എന്നെ തിരികെ വാങ്ങുന്നത്. ലില്ലി, ഇപ്പൊ അപ്പച്ചനില്ലല്ലോ, പോയില്ലേ? അതുകൊണ്ടാവും. ഞാൻ കൊടുക്കുകയല്ല, എനിക്ക് വേണോ തെങ്ങും തോപ്പ്. ലില്ലി വാശി വേണ്ട, അമ്മച്ചി പറഞ്ഞതല്ലേ, കൊടുത്തേക്കാം. ഇല്ല സുബ്രു, എനിക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുകയല്ല. നമുക്ക് എന്തിനാ ലില്ലി സ്വത്തും പണമൊക്കെ? എനിക്ക് വേണം, എനിക്ക് എന്റെ അപ്പച്ചന്റെ ഓർമ്മയ്ക്ക് വേണം. വേണ്ട, ആരുടെ ഒന്നും വേണ്ട നമുക്ക്. വേണം വേണം വേണം. നിന്നോടല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? സുബ്രു, 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 വേണ്ട, ആരുടെ ഒന്നും വേണ്ട. എല്ലാം എഴുതി കൊടുക്കാം നമുക്ക്. എനിക്ക് എന്റെ സുബ്രു മാത്രം മതി. അമ്മച്ചി, ആ പൈനാപ്പിൾ കായ വീണ അന്നേ ഞാൻ തീരുമാനിച്ചതാ, വിളഞ്ഞു പഴുത്ത അതുകൊണ്ട് ജ്യൂസ് അടിച്ച് അമ്മച്ചിക്ക് തരണോന്ന്. എനിക്ക് വേണ്ട. എന്നതാ അമ്മച്ചി ഇത്? കണ്ണേ പാലേന്നും പറഞ്ഞ ഞാൻ ഈ കായ പഴുപ്പിച്ചെടുത്തത്. അമ്മച്ചിക്ക് വേണ്ടാന്ന് പറഞ്ഞ ഞാനിതങ്ങ് കളയും, അത്ര തന്നെ. കളയണ്ട, ഇപ്പഴാ എന്റെ മനസ്സ് നിറഞ്ഞത്. കുടിക്കാം അമ്മച്ചി. ഞാൻ കുടിച്ചോളാം, നീ പൊയ്ക്കോ. അല്ല, ഞാൻ പോണില്ല. അമ്മച്ചി കുടിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ പോണുള്ളൂ. ഇതെന്താ ഒരു പുതിയ ചിട്ട? എനിക്കറിയാം അമ്മച്ചിയുടെ മനസ്സിൽ ഇപ്പോഴത്തെ വിഷമം. ഈ സമയത്ത് ജ്യൂസ് ഒന്നും കുടിക്കാൻ തോന്നുകയല്ല. ഞാൻ പോയി കഴിഞ്ഞാലേ എടുത്ത് ബാത്റൂമിലെങ്ങാൻ കളയാൻ തോന്നിയാലോ? അത് വേണ്ട, അമ്മച്ചി കുടിക്കേ.
കുടിക്കാൻ മച്ചി. എന്നാലും ആ ലില്ലിക്കുട്ടിയുടെ തന്റെ സമ്മതിച്ചു കൊടുക്കണം. ഓ വിഷമിക്കാൻ പറഞ്ഞതല്ല അമ്മച്ചി. അമ്മച്ചി ജ്യൂസ് കുടിച്ചേ. ആ കുടിക്കേ. അമ്മച്ചിയുടെ മുഖത്തേക്കല്ലേ അവള് പണം മാറി വരുന്നത്. വിവരക്കേട് അങ്ങനെ കണ്ടാ മതി അമ്മച്ചി. അതിനെ വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലെന്നേ. അയ്യോ അമ്മച്ചി ജ്യൂസ് കുടിച്ചില്ലേ? കുടിക്കാം അമ്മച്ചി. പട്ടിയുടെ വിലയെങ്കിലും അവൾ അമ്മച്ചിക്ക് തന്നിരുന്നെങ്കിലേ അവൾ ഈ പണി കാണിക്കുമായിരുന്നോ? സാരമില്ല, തക്ക മറുപടി അപ്പ തന്നെ അമ്മച്ചി അവൾക്ക് കൊടുത്തില്ലേ? കൊച്ചുകളത്തിലെ മറിയക്കുട്ടി ആരാണെന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തില്ലേ അമ്മച്ചി? അമ്മച്ചി ആ ജ്യൂസും കുടിച്ചേ. കുടിക്കമ്മച്ചി. പറഞ്ഞ പോലെ തന്നെ അമ്മച്ചി ചെയ്യണം. അവൾക്ക് എഴുതി കൊടുത്ത സർവ്വ സ്വത്തും തിരികെ എഴുതി വാങ്ങണം. എന്താ വാങ്ങിക്കില്ലേ? നീ ഗ്ലാസ് പിടിച്ച്. എന്നാ പറ്റി അമ്മച്ചി? സ്വത്തിന്റെ കാര്യമൊക്കെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. അപ്പോ തിരിച്ചെഴുതിയെടുക്കുന്നില്ലേ? ഇറങ്ങിപ്പോടി. ജ്യൂസ് പോടി. അമ്മേ ഞാൻ പോയിക്കോളാം. ജ്യൂസ് വേണ്ടെങ്കിൽ പറഞ്ഞാ പോരെ, ഞാൻ കുടിക്കൂലേ. എങ്ങനുണ്ട് ചെറുക്കൻ? സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ ഇല്ലേ? കണ്ടാലാരും തെറ്റു പറയില്ല. തെറ്റ് പറയില്ല എന്നല്ല, സുന്ദരനായ കോടീശ്വരൻ. നല്ല പ്രയോഗം. പണ്ടേതോ പടത്തിലെ വേദനിക്കുന്ന കോടീശ്വരനെ കണ്ടിട്ടുണ്ട്. ഇത് പക്ഷെ ആദ്യം. എവിടെ നോക്കട്ടെ. ഇവന് മീശൊന്നുമില്ലല്ലോ. മീശ ഇല്ലെങ്കിൽ എന്താ, കാശില്ലേ? എന്നാലും ആണുങ്ങൾക്ക് മൂക്കിന് താഴെയുള്ള കരുത്തല്ലേ മീശ. എന്ന് പറയരുത്. അമിതാഭ് ബച്ചന് മീശ ഉണ്ടായിരുന്നോ? സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും മീശയുണ്ടോ? അപ്പൊ എന്താ, അവരൊന്നും ആണല്ലേ? അത് ശരിയാ. കൊറേ താടി മുടി നീട്ടിയിട്ട് എന്താ കാര്യം? ആണുങ്ങളുടെ പേരുകളെ. അപ്പൊ നിങ്ങൾ എന്തു പറയുന്നു? അമേരിക്കക്കാരനാ, കോടീശ്വരൻ. എന്താ ചെറുക്കന്റെ പേര്? KM സനൻ. അങ്ങനെ ഒരു പേര് ആദ്യമായിട്ട് കേൾക്ക. ആളും അതുപോലെ തന്നെ, കണ്ടാ ഞെട്ടും. അല്ല, മോളെന്ത് പറയുന്നു? ആ ഫോട്ടോ ഒന്നെന്റെ ഫോണിലോട്ട് സെൻഡ് ചെയ്തേരെ, നോക്കാം. പെണ്ണ് കാണാൻ വന്നിട്ടില്ല, വരും. ചെറുക്കന് 1 മാസത്തെ അവധിയേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് വേളി നടത്തണം. വാഷിംഗ്ടൺ DC ചെറുക്കൻ. അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാ. ഇന്ത്യൻ മണി ഒരു 2 ലക്ഷം രൂപയോളം സാലറി ഉണ്ട്. ഓ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ടെക്നോ പാർക്കിൽ ഞാനൊന്ന് ശ്രമിച്ചാ അതിൽ കൂടുതൽ എനിക്ക് കിട്ടും. എന്നിട്ട് ശ്രമിക്കാത്തെന്താ? എനിക്ക് നിന്നെ പോലെ പണത്തോടാർത്തിയില്ല. ജീവിക്കാനുള്ള വരുമാനം ഇപ്പൊ എന്റെ കയ്യിലുണ്ട്, അത് മതി. എനിക്കതൊന്നും പോരാ. പാസ്പോർട്ട് എടുത്തിട്ടില്ല, എടുക്കണം. വേളി കഴിഞ്ഞ പിന്നെ അമേരിക്കക്ക് പറക്കാനുള്ളതല്ലേ. ഒന്നും മിണ്ടായിരിക്കാവോ? എന്നെ പരലോകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് പോരെ നിനക്ക് പാസ്പോർട്ട്. ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ചെറുക്കന്റെ ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചു തരാം. അയ്യോ വേണ്ട, എനിക്ക് കാണണ്ട. അങ്ങനെ പറയല്ലേ, നോക്ക്. സുന്ദരനോ? എനിക്ക് കാണണ്ട. നോക്കുന്നേ. കൊള്ളാവോ? പേര് KM സനൻ. അമേരിക്കയിലെ മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നീ ആ പയ്യന്റെ ഫോട്ടോ കണ്ടോ? ആ ചെറുക്കനെ കാണാൻ എങ്ങനെയുണ്ട്? നിന്നേക്കാൾ സുന്ദരനാണോ? അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? മനുഷ്യൻ ഇവിടെ വാലിൽ തീ പിടിച്ച് നടക്ക. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ എത്ര ബാത്റൂം പോയി നിറയോ?
അവള് സമ്മതിച്ചിട്ടല്ലേടാ മോനെ പെണ്ണുകാണൽ ചടങ്ങ് നടക്കുന്നത്. അവൾക്ക് ആ ബന്ധം ഇഷ്ടമായതുകൊണ്ടല്ലേ ആ ഫോട്ടോ നിന്നെ കൊണ്ടുവന്ന് കാണിച്ചത്. പ്രകോപിപ്പിച്ചതാ എന്നെ. എന്തിന്? ഞാനെന്തു പറയുമെന്ന് അറിയാൻ. നീ എന്തു പറഞ്ഞു? പറയാൻ പറ്റിയില്ല. അതിനുമ്പേ ബോധം പോയില്ലേ. ഞാനൊരു കാര്യം പറഞ്ഞ മോൻ അനുസരിക്കോ? ആദ്യം കാര്യം പറ. ഇനി ആ കുട്ടിയെ നീ അങ്ങ് മറന്നുകളാ. ആഹാ, കൊള്ളാലോ. എങ്ങനെ മനസ്സുവോ നമുക്കിത് പറയാൻ? ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ട് അതിനെ മറക്കാന്ന് പറയുന്നത് അത്ര നിസ്സാരമാണെന്നാണോ അമ്മ കരുതിയിരിക്കുന്നത്? അമ്മേ, പ്രേമിച്ചവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവും. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ പോയി പ്രേമിക്കാൻ? ആ പിന്നെ, എന്നെ അറിയാവുന്നവരെല്ലാവരും പറഞ്ഞു പോയി ചൂരക്കാരന്റെ മകളെ പ്രേമിക്കുക, പോയി ചൂരക്കാരന്റെ മകളെ പ്രേമിക്കുകയെന്ന്. എന്റെ അമ്മ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടാൻ. ആ കൊച്ചിന് നിന്നെ ഇഷ്ടമല്ലാത്തതിന് എന്നോടെന്തിനാ ദേഷ്യപ്പെടുന്നേ? അവൾ അമ്മയോട് പറഞ്ഞോ ഇഷ്ടമല്ലാന്ന്? അതല്ല, ആ കൊച്ചിന് നിന്നോട് ഇഷ്ടക്കുറവുണ്ട്. അല്ലെങ്കിൽ വേളിപ്പയ്യന്റെ ഫോട്ടോയും കൊണ്ട് നടക്കൂ. ഒന്നും നിർത്തുന്നുണ്ടോ അമ്മേ, വെറുതെ മനുഷ്യന്റെ ബോധം കളയാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അലമേലിനൊരു വേളിയുണ്ടെങ്കിൽ അത് ഞാനുമായിട്ടായിരിക്കും. അത് നടന്നില്ലെങ്കിൽ അവൾ എന്നെ തേച്ച ഒരു കുപ്പി പെട്രോൾ ഞാനും വാങ്ങിക്കും.